ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് USS എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് 2019 എക്സാമിനേഷൻ പാറ്റേൺ വന്നിരുന്നത്. USS എക്സാമിനേഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 1 ഫസ്റ്റ് ലാംഗ്വേജും മാത്സും കൂടി 3 പാർട്സ് വരുന്നുണ്ട്. പേപ്പർ 2 ഇംഗ്ലീഷും സയൻസും സോഷ്യൽ സ്റ്റഡീസും കൂടിയിട്ട് 3 പാർട്ട് വരുന്നുണ്ട്. ഓക്കെ, 2019 സ്കീം പ്രകാരം നിങ്ങൾക്ക് ജാനുവരി 31 വരെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, ലെസൺസ് ഒക്കെയാണ് വന്നിരുന്നത്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, നിങ്ങളതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാർക്സിൻ്റെ സെക്ഷൻ നോക്കാം. പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ 45 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പേപ്പർ 2 വരുന്നത് 55 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾ 45 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എക്സാം ഡ്യൂറേഷൻ സമയം എന്ന് പറയുന്നത് പേപ്പർ 1 പേപ്പർ 2 90 മിനിറ്റ് വെച്ചാണ്. ഓക്കെ, ഇത് 2019 എക്സാമിനേഷൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ 2020 പാറ്റേൺ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് USS എക്സാമിനേഷൻ്റെ പേപ്പർ 2 പാർട്ട് A ഇംഗ്ലീഷാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 2 പാസേജ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പാസേജ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാലോ, ചെറിയൊരു പാസേജ്, ഒരു സ്റ്റോറി പോലെ തന്നിട്ടുണ്ടാവും. നിങ്ങളത് വായിക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ടാവും, അത് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാസേജാണ്. എവറി ആഫ്റ്റർനൂൺ ആസ് ദേ വർ കമ്മിങ് ഫ്രം സ്കൂൾ ദ ചിൽഡ്രൻ യൂസ് ടു ഗോ ആൻഡ് പ്ലേ ഇൻ ജെയിൻസ് ഗാർഡൻ. ഇറ്റ് വാസ് എ ലവ്ലി ഗാർഡൻ. ഹിയർ ആൻഡ് ദർ ഓവർ ദി ഗ്രാസ് സ്റ്റുഡ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ലൈക്ക് സ്റ്റാർസ് ആൻഡ് ദർ വർ 12 പീച്ച് ട്രീസ് ദാറ്റ് ഇൻ ദ സ്പ്രിംഗ് ടൈം ബ്രോക്ക് ഔട്ട് ഇൻ ടു ഡെലിക്കേറ്റ് ബ്ലോസം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാസേജ് വരുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാസേജാണ്. ജയൻസ് ഗാർഡൻ അല്ലേ, ഒരു രാക്ഷസൻ്റെ ഗാർഡനിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾ കളിക്കാൻ പോയിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ, 7 വർഷം കഴിഞ്ഞപ്പോൾ, ആ ജയൻറ്റ് അതിൻ്റെ പാർക്കിലേക്ക്, അതിൻ്റെ ഗാർഡനിലേക്ക് തിരിച്ചെത്തിയിട്ട് എപ്പോഴെന്താ കണ്ടത്, കുട്ടികളൊക്കെ അതിൻ്റെ ഗാർഡനിൽ കളിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അത് ആ പാർക്കിന് ചുറ്റും വലിയൊരു മതിൽ കെട്ടി, എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ മുകളിലൊരു നോട്ടീസ് ബോർഡും വെച്ചു. ട്രെസ്പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതിൽ കടന്ന അകത്തേക്ക് വരികയാണെങ്കിൽ അവർക്കെതിരായിട്ട് സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കുമെന്നൊരു ബോർഡ് വെച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഒന്ന് വായിച്ച് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. വേർ ഡിഡ് ദ ചിൽഡ്രൻ ഗോ ടു പ്ലേ എവറി ആഫ്റ്റർനൂൺ. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് അവർ എവിടെയാണ് കളിച്ചിരുന്നത്? സ്കൂൾ ഗ്രൗണ്ടിലാണോ, റിവർ ബാങ്കിലാണോ, ജയൻസ് ഗാർഡനിലാണോ? ഇൻ ദ ജയൻസ് ഗാർഡൻ ആണ് ഉത്തരം വരുന്നത്. യൂസ് ടു ഗോ ആൻഡ് പ്ലേ മീൻസ് ഇതിലൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദേ യൂസ് ടു ഗോ ആൻഡ് പ്ലേ എവറി ആഫ്റ്റർനൂൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേ റെയർലി ഗോ ആൻഡ് പ്ലേ. അവർ വല്ലപ്പോഴുമൊക്കെ അവിടെ പോവാറുള്ളൂ. ദേ വർ ഇൻ ദ ഹാബിറ്റ് ഓഫ് ഗോയിങ് ആൻഡ് പ്ലേയിങ് എവറി ഡേ. അവർ എന്നും ആ ഗാർഡനിൽ പോയി കളിച്ചിരുന്നു. ദേ നെവർ ഗോ ആൻഡ് പ്ലേ. ഇതിൻ്റെ മീനിങ് എന്താ? അവർ അവിടെ പോയി കളിക്കാറേ ഇല്ല. ദേ ആർ സ്റ്റിൽ ഗോയിങ്. അവർ ഇപ്പോഴും പോയി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, യൂസ് ടു ഗോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അവർ പോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ദേ വർ ഇൻ ദ ഹാബിറ്റ് ഓഫ് ഗോയിങ് ആൻഡ് പ്ലേയിങ് എവറി ഡേ ആണ് ആൻസർ വരിക. Here and there stood beautiful flowers like stars. Here flowers are compared to stars. The figure of speech used is. എന്താണ്? ആ പാർക്കിൽ മനോഹരമായ പൂക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവയെ കണ്ടാൽ നക്ഷത്രങ്ങളെ പോലെ തോന്നും അല്ലേ. അപ്പോൾ നക്ഷത്രങ്ങളും ഫ്ലവേഴ്സും തമ്മിലുമാണ് കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? അതാണ് സിമിലെ. നമുക്കറിയാം ഫ്ലവറും പൂവും നക്ഷത്രവും കൂടി യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്നിട്ടും ആ ഓതർ എന്ത് ചെയ്യുന്നുണ്ട്? പൂവിനെ സ്റ്റാർസുമായി കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷനും ഇല്ലാത്ത വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സിമിലെ എന്ന് പറയാം. ഓക്കെ, ദ വേർഡ് സ്പ്രിംഗ് ഇൻ സ്പ്രിംഗ് ടൈം ഇൻഡിക്കേറ്റ്. സ്പ്രിംഗ് ടൈമിൽ സ്പ്രിംഗ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഒരു സീസണെ കാണിക്കാനാണ് അല്ലേ. അപ്പോൾ എന്ത് നമ്മൾ എഴുതും? എ സീസൺ എന്ന് എഴുതും. ഓക്കെ, ഹൗ ഹാപ്പി വി ആർ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ലൈൻ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ലാസ്റ്റ് എന്താ വന്നിട്ടുള്ളത്? ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? അത് എക്സ്ക്ലമേഷൻ മാർക്കാണെന്ന് പറയും. അപ്പോൾ അത് എന്ത് സെൻറ്റൻസ് ആണ്? അത് എക്സ്ക്ലമേറ്ററി അല്ല, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഓക്കെ,
Where did the children get chance to play in the garden? When did the children get chance to play in the garden? എപ്പോഴാണ് കുട്ടികൾക്ക് ആ ഗാർഡനിൽ കളിക്കാൻ ഒരു ചാൻസ് കിട്ടിയത്? അപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓൾവേസ്, എപ്പോഴും. വെൻ ദ ജയൻ വാസ് എവേ ഫ്രം ദ ഗാർഡൻ, ആ ജയൻ്റ് രാക്ഷസൻ തോട്ടത്തിൽ നിന്ന് അകലെയായിരുന്നപ്പോൾ. 3ാമത്തെ ഓപ്ഷൻ എന്താ? വെൻ ദ ജയൻ വാസ് ഇൻ ദ ഗാർഡൻ, ആ ജയൻ്റ് ഗാർഡനിൽ ഉള്ളപ്പോഴാണ് കുട്ടികൾ കളിച്ചിരുന്നത്. എവർ. അപ്പോൾ ഏതാണ്? എപ്പോഴാണ് അവർ കളിച്ചിരുന്നത്? വെൻ ദ ജയൻ വാസ് എവേ ഫ്രം ദ ഗാർഡൻ. നെക്സ്റ്റ് എന്താ? ഹൗ ലോങ് ഹാഡ് ദ ജയൻ ബീൻ എവേ ഫ്രം ദ ഗാർഡൻ, എത്ര നാളായിട്ടാണ് ആ ജയൻ്റ് അവിടെ നിന്ന് അകലെയായിരുന്നത്? നോക്കൂ, ഇതിൽ കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർ 7 years എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. 7 കൊല്ലമായിട്ട് അയാളുടെ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരിക? 7 years ആണ് അതിൻ്റെ ആൻസർ വരിക. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് എ ലാർജ് ബിൽഡിംഗ് വിത്ത് ഫോർട്ട്സ് അറൗണ്ട്, ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഫോർട്ട്സ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? പാലസ് എന്ന് പറയുമോ? അല്ല, പാലസ് അല്ല. സ്റ്റേഷൻ എന്ന് പറയുമോ? ഇല്ല. ഫ്ലാറ്റ് എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ആൻസർ എന്താണ്? അതൊരു കാസിലാണ്. നിങ്ങൾ ഈ ഫാരി സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതിനെയാണ് കാസിൽ എന്ന് പറയാം. വൈ ഡിഡ് ദ ചിൽഡ്രൻ റൺ എവേ, എന്തുകൊണ്ടാണ് ആ കുട്ടികളൊക്കെ ഓടിപ്പോയത്? ബിക്കോസ് ദ ജയൻ വാസ് നോട്ട് ആംഗ്രി, ആ ജയൻറ്റിന് യാതൊരു ദേഷ്യവും വന്നിരുന്നില്ല. ബിക്കോസ് ദ ജയൻ വാസ് ഹാപ്പി, ആ ജയൻറ്റ് സന്തോഷവാനായിരുന്നു. ബിക്കോസ് ദ ജയൻ വാസ് ആംഗ്രി, ആ ജയൻറ്റ് ദേഷ്യപ്പെട്ടു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കുട്ടികൾ ഓടിപ്പോയത്. മൈ ഓൺ ഗാർഡൻ ഈസ് മൈ ഓൺ ഗാർഡൻ, വാട്ട് ഡസ് ഇറ്റ് ടെൽ യു അബൌട്ട് ദ ജയൻറ്റ്? എൻ്റെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം ഗാർഡൻ ആണെന്ന് ആ രാക്ഷസൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജയൻറ്റിനെ പറ്റി എന്തൊരു ക്വാളിറ്റിയാണ് അവൻ്റെ പറഞ്ഞു തരുന്നത്? ദ ജയൻറ്റ് ഈസ് ഹെൽപ്പിംഗ്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അൺസെൽഫിഷ്, യാതൊരു അത്യാഗ്രഹവുമില്ല അല്ലേ. ദ ജയൻറ്റ് ഈസ് ലവിങ്, ജയൻറ്റ് ഭയങ്കര സ്നേഹമുള്ളവനാണ്. ദ ജയൻറ്റ് ഈസ് സെൽഫിഷ് അല്ലേ. ജയൻറ്റ് എന്താണ്? അത്യാഗ്രഹിയാണ്, സെൽഫിഷാണ്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെൽഫിഷ് എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ്? ദ പ്രിഫിക്സ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ടു ഹാപ്പി, ഹാപ്പിക്ക് മുമ്പ് നമ്മൾ എന്ത് പ്രിഫിക്സ് ആഡ് ചെയ്യുക? ഹാപ്പിയുടെ ഓപ്പോസിറ്റ് എന്താണ്? അൺഹാപ്പി ആണ്. അപ്പോൾ എന്താണ് ആഡ് ചെയ്യുക നമ്മൾ? എ ആണ് ആൻസർ, അണ്ണാണ് നമ്മൾ ആഡ് ചെയ്യുക. നെക്സ്റ്റ്, ഓഫ് ദ ജയൻ ഹാഡ് നോട്ട് കം ബാക്ക്, ആ ജയൻറ്റ് രാക്ഷസൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പിക്ക് ഔട്ട് ദ റൈറ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ദ ചിൽഡ്രൻ വിൽ ബി ട്രീ ഇൻ ദ ഗാർഡൻ, ദ ചിൽഡ്രൻ വുഡ് ബി ട്രീ ഇൻ ദ ഗാർഡൻ, ദ ചിൽഡ്രൻ വുഡ് ഹാവ് ബീൻ ഫ്രീ ഇൻ ദ ഗാർഡൻ, ദ ചിൽഡ്രൻ വിൽ നോട്ട് ബി ഫ്രീ ഇൻ ദ ഗാർഡൻ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ആ ജയൻറ്റ് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ദ ചിൽഡ്രൻ വുഡ് ഹാവ് ബീൻ ഫ്രീ ഇൻ ദ ഗാർഡൻ, അവർ വളരെ ഫ്രീ ആയിട്ട് അവിടെ ഇപ്പോഴും കളിച്ചേനെ. വൈ ഡിഡ് ദ ചിൽഡ്രൻ സ്റ്റോപ്പ് ദെയർ ഗെയിംസ്, എന്തുകൊണ്ടാണ് ആ കുട്ടികൾ അവരുടെ ഗെയിംസൊക്കെ നിർത്തിയത്? ദേ സ്റ്റോപ്പ് ദെയർ ഗെയിംസ് ബിക്കോസ് ദേ വാണ്ടഡ് ടു എൻജോയ് ദ മ്യൂസിക് ഓഫ് ബേർഡ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ബേർഡ്സ് സാറ്റ് ഓൺ ദ ട്രീസ് ആൻഡ് സാങ് സോ സ്വീറ്റ്ലി ദാറ്റ് ദ ചിൽഡ്രൻ യൂസ് ടു സ്റ്റോപ്പ് ദ ഗെയിംസ് ഇൻ ഓർഡർ ടു ലിസൺ ടു ദം. ആ ഒരു ഗാർഡനിൽ നിറയെ പക്ഷികളുണ്ടായിരുന്നു. ആ പക്ഷികൾ അവിടെ ഇരുന്ന് പാട്ട് പാടുമ്പോൾ അവരവരുടെ ഗെയിംസൊക്കെ നിർത്തി ആ മ്യൂസിക് എൻജോയ് ചെയ്തിരുന്നു. 14th ക്വസ്റ്റ്യൻ എന്താ? ഐ വിൽ അലൗ നോ ബഡി ടു പ്ലേ ഇൻ, ഞാനിവിടെ ആരെയും കളിക്കാൻ അനുവദിക്കില്ല. മീനിങ് എന്താ? ഐ വിൽ നോട്ട് അലൗ സംബഡി ടു പ്ലേ ഇൻ, ഞാൻ ആരെയോ കുറച്ച് ആൾക്കാരെ കളിക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ഐ വിൽ അലൗ സംബഡി ടു പ്ലേ ഇൻ, ഞാൻ സമ്മതിക്കും, അതുമല്ല പറഞ്ഞത്. ഐ വിൽ നോട്ട് അലൗ നോ ബഡി ടു പ്ലേ ഇൻ, അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വിൽ നോട്ട് വന്നിട്ടുണ്ട്, ഇവിടെ നോ ബഡിയും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ചേർന്നാൽ അത് എന്താവും? പോസിറ്റീവ് ആവും. ഓക്കെ, അതായത് എന്തായി മാറും? ഞാനിവിടെ ആൾക്കാരെ കളിക്കാൻ സമ്മതിക്കും എന്നുള്ള രീതിയിലേക്ക് അത് മാറും. അപ്പോൾ അതുമല്ല നമ്മുടെ ആൻസർ. ലാസ്റ്റ് വൺ എന്താ വരിക? ഐ വിൽ നോട്ട് അലോ എനിബഡി ടു പ്ലേ എന്നാണ്. PLAY ആണ്. ഞാനിവിടെ ആരെയും കളിക്കാൻ അനുവദിക്കില്ല. D ആണ് ആൻസർ വരിക. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജസ്, ഈ പാസേജിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ എന്താ? സെൽഫിഷ് ജയൻറ്റ്, അൺസെൽഫിഷ് ജയൻറ്റ്, ഹാപ്പി ജയൻറ്റ്, ക്രൂവൽ ജയൻറ്റ്. സെൽഫിഷ് ജയൻറ്റ് എന്നാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്? ഈ കഥയിൽ പറയുന്നുണ്ട് അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സെൽഫിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി
questions given below in the context of passage. A well-dressed young man entered a big textile shop one morning. He was able to draw the attention of salesman who thought him rich and likely to make heavy purchases. ഇവിടെ എന്താണ് പറയുന്നത്, ഒരു നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത ഒരു ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ഒരാൾ, ഒരു യുവാവ് ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഒരു ഈവനിങ് കടന്നു വന്നു. അയാൾ സെയിൽസ്മാൻ്റെ അട്രാക്ഷൻ പെട്ടെന്ന് പിടിച്ചു പറ്റി. കാരണം എന്താ, അയാൾ വെൽ ഡ്രസ്ഡ് ആയിരുന്നു, നല്ല രീതിയിൽ സ്യൂട്ടൊക്കെ ധരിച്ചിട്ടായിരിക്കാം അയാൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ്മാൻ എന്ത് ചെയ്തു, അയാളുടെ പിന്നാലെ നിന്നു. കാരണം കുറേ സെയിൽസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അയാളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, ഇയാൾ ഓരോ സെക്ഷൻ, ആ റെഡിമെയ്ഡ്സിൻ്റെ സെക്ഷനിൽ പോയി, ഹോസിയറി സെക്ഷനിൽ പോയി, അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഓരോ സെക്ഷനിലും പോയി സാധനങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ നോക്കിയപ്പോൾ എന്താണ്, സെയിൽസ്മാന് തോന്നി എന്തോ ഒരു പന്തികേടുണ്ടെന്ന് വിചാരിച്ച അയാൾ മാനേജറോട് പോയി ആ കാര്യം പറയും. മാനേജർ ഡയറക്റ്റ് വന്ന് ഇയാളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ എന്ത് പറയും, ആ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആ ജെൻറ്റിൽമാൻ പറയും, ഞാൻ ഇവിടെ ഒന്നും നോക്കാനല്ല വന്നത്, ഒന്നും വാങ്ങാനല്ല വന്നത്. ഞാൻ രാവിലെ ഇവിടേക്ക് ഒരു കാഷ്വൽ ഡ്രസ്സിൽ, സാധാരണ ഒരു ഡ്രസ്സിൽ ഞാൻ ഇവിടേക്ക് കയറി വന്നപ്പോൾ ഒരു സെയിൽസ്മാൻ പോലും ഒരാളും എന്നെ അറ്റൻഡ് ചെയ്തിരുന്നില്ല, ആരും എനിക്കൊരു അറ്റൻഷൻ തന്നിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടേക്ക് നല്ല ഡ്രസ്സിൽ വന്നത് എന്തിനാണ്, ഞാനിവിടേക്ക് നല്ല ഡ്രസ്സിൽ വന്നത് നിങ്ങളുടെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, നല്ലൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടേക്ക് വന്നത്. ഞാനിവിടെ ഒന്നും വാങ്ങിക്കാൻ വന്നതല്ല എന്ന് പറയും. ഓക്കെ, ദ യങ് മാൻ വാസ് വെൽ ഡ്രസ്ഡ് ബിക്കോസ്, എന്തിനാണ് ആ യങ് മാൻ നല്ലോണം ഡ്രസ്സ് ചെയ്ത് വന്നത്, ഇറ്റ് വാസ് ഹിസ് ഹാബിറ്റ് ടു ഡ്രസ് വെൽ, ഇറ്റ് വാസ് ഓൺ ഹിസ് വെഡ്ഡിങ് ഡേ, ഹി വാണ്ടഡ് ടു മീറ്റ് ദ മാനേജർ ഓഫ് ദി ഷോപ്പ്, ഹി വാണ്ടഡ് ടു ഇംപ്രസ് ദ സെയിൽസ്മാൻ. എന്താണ് അവിടെയുള്ള സെയിൽസ്മാനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരിക, ഹി വാണ്ടഡ് ടു ഇംപ്രസ് ദ സെയിൽസ്മാൻ. ഡി ആണ് ആൻസർ വരിക. ദ സെയിൽസ്മാൻ ഇൻ ദ ഷോപ്പ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് പീപ്പിൾ ഹൂ പേ അറ്റൻഷൻ ടു, എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു സെയിൽസ്മാൻ, ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അയാൾ നല്ല ഡ്രസ്സിൽ വന്നപ്പോൾ മാത്രമാണ് സെയിൽസ്മാൻ അവരെ നോക്കിയിരുന്നത്. അപ്പോൾ ഇരുന്നത് ഓൺലി റിച്ച് കസ്റ്റമേഴ്സിനാണെന്ന് പറയാം. ദ യങ് മാൻ മൂവ്ഡ് അവേ ടു ദ ഹോസിയറി സെക്ഷൻ ബിക്കോസ് ഹി was not interested in purchasing anything now, did not like the ready-made clothes, wanted better clothes, was restless. എന്താണ്, അയാൾ എന്തുകൊണ്ടാണ് ഒന്നും മേടിക്കാതിരുന്നത്, അയാൾക്കിപ്പോൾ ഒന്നും മേടിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ദ യങ് മാൻ ലെഫ്റ്റ് വിത്തൗട്ട് മേക്കിംഗ് എനി പർച്ചേസസ് ബിക്കോസ്, എന്തുകൊണ്ടാണ്, ഹി ഡിഡ് നോട്ട് ഹാവ് മണി, ഹി കുഡ് നോട്ട് ഫൈൻഡ് എനി ഐറ്റം ഓഫ് ഹിസ് ചോയ്സ്, അയാളുടെ പൈസ ഉണ്ടായിരുന്നില്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും അവിടെ കണ്ടില്ല. ഹാഡ് കം ഓൺലി ടു മേക്ക് എ പോയിന്റ് ബട്ട് about the indifferent attitude of salesmen towards casually dressed customers, decided to come to make purchase later on. എന്തുകൊണ്ടാണ്, സി ആണ് ആൻസർ വരിക. കാരണം സെയിൽസ്മാൻ്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വന്നത്. ലാസ്റ്റ് വൺ, ദ മാനേജർ ആസ്ക്ഡ് ദ യങ് മാൻ വാട്ട് ഹി വാണ്ടഡ് ബിക്കോസ്, എന്തുകൊണ്ടാണ് മാനേജർ എന്തിനാണ് ആ ചെറുപ്പക്കാരൻ അവിടെ വന്നത് എന്ന് ചോദിക്കുന്നത്. The salesman had drawn his attention to the indifferent attitude of the young man. ആ സെയിൽസ്മാൻ മാനേജറോട് പോയി പറയുന്നുണ്ടല്ലേ, ഒരാൾ കുറേ നേരമായി ആ ടെക്സ്റ്റൈലിൽ ചുറ്റിത്തിരിയുന്നു, ഒന്നും മേടിക്കുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ മാനേജർ ആ ചെറുപ്പക്കാരനോട് വന്ന് ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വന്നത് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് USS എക്സാമിന് ഇതുപോലെ പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരാറുണ്ട്. സിമ്പിൾ പാസേജസേ വരുള്ളൂ. ആ പാസേജ് ഫസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷൻ വരുന്നത്. ഇംഗ്ലീഷിൽ തന്നെ വേറൊരു സെക്ഷൻ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.